പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ്, രേഖകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണം. ഈശോയെ, രേഖകൾ കയ്യിലില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് നിങ്ങൾ ആ രേഖകൾ നിങ്ങളുടെ കയ്യിൽ ഓർക്കുക. ചിലപ്പോൾ മാർക്ക് ലിസ്റ്റ് ആകും, ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് ആകും, ചിലപ്പോൾ ഹോൾ ടിക്കറ്റ് ആകും, ചിലപ്പോൾ പ്രമാണമാകും, ചിലപ്പോൾ നക്കലാകും, ചിലപ്പോൾ പറമ്പ് തരം മാറ്റാനുള്ള അപേക്ഷയാകും, ചിലപ്പോൾ നിങ്ങൾക്ക് വീടിന് നമ്പർ കിട്ടാൻ വേണ്ടിയുള്ള പ്രയാസത്തിൻ്റെ അതിനുള്ള അപേക്ഷ. എല്ലാം മനസ്സുകൊണ്ട് ഓർക്കുക. ആ രേഖകൾ ലഭിക്കാൻ ആവശ്യമായ രേഖകൾ വിസയുടെ രേഖകളാകാം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ രേഖകളാകാം, അല്ലെങ്കിൽ വിസ ഇൻ്റർവ്യൂ ആകാം. എല്ലാം രേഖകൾ മനസ്സിൽ ഓർക്കുക. നിങ്ങളുടെ ഫയലിലുള്ള മുഴുവൻ രേഖകൾ നിങ്ങൾ ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ, വില്ലേജ് ഓഫീസർ തൊട്ട് കളക്ടർ വരെ, മന്ത്രി വരെ, നിങ്ങളുടെ ഓരോരോ കമ്പനികളിൽ CEO വരെ, ബോസ് വരെ സമർപ്പിക്കാനുള്ള എല്ലാ രേഖകളും മനസ്സിൽ സൂക്ഷിക്കുക. കർത്താവേ, അങ്ങനെ മക്കളുടെ രേഖകൾ ഞാനിന്ന് പ്രാർത്ഥിക്കുകയാണ്. ചിലക്ക് രേഖകളില്ല, ചിലക്ക് നഷ്ടപ്പെട്ടു, ചിലക്ക് കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ, സമയത്ത് കിട്ടണില്ല. അങ്ങനെയുള്ള എല്ലാ രേഖകളും, ചിലക്ക് രേഖ കൊടുക്കണില്ല, മനഃപൂർവ്വം കൊടുക്കണില്ല, കൈക്കൂലി ഇല്ലാത്തവന് കൊടുക്കണില്ല, അല്ലെങ്കിൽ അവരുടെ ആയിട്ടുള്ള വൈകല്യങ്ങളുള്ളതുകൊണ്ട് കൊടുക്കണില്ല, അല്ലെങ്കിൽ വേറെ താല്പര്യങ്ങളുള്ളതുകൊണ്ട് കൊടുക്കണില്ല. അങ്ങനെയുള്ള പൈശാചികമായ തടസ്സങ്ങൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ ശക്തിയാൽ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിന്റെ മുഴുവൻ രേഖകളെ അതിൻ്റെ തടസ്സങ്ങൾ വിടുവിക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു സീരിയസ് വിഷയം ഡിസ്കസ് ചെയ്തായിരുന്നു. കാര്യം ആധ്യാത്മിക മുന്നേറ്റം, ജീവിത മുന്നേറ്റം എന്ന് പറയുന്നത് അതിൻ്റെ ഘടകങ്ങളെ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളോട്. ഒന്ന്, എല്ലാ കാലങ്ങളും നമുക്കുണ്ടാകുന്നതാണ് അനുഗ്രഹത്തിൻ്റെ കാലം. പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹം പ്രാപിക്കുന്നു. അത് ഒരു ഘട്ടമാണ് ശരിക്കും. ഇനി കുറച്ചുകൂടി ഉടമ്പടിയിലൊക്കെ ജീവിക്കുന്നവർക്ക് പെട്ടെന്ന് രണ്ടാം മേഖലയിലേക്ക് പ്രവേശിക്കാം. രണ്ടാം മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു, അഭിഷേകത്തിൻ്റെ മേഖലയാണ്. അഭിഷേകത്തിൻ്റെ മേഖല എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് മോസസിനോട് ദൈവം പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? ഞാൻ ഈ ദിവസങ്ങളിൽ ധ്യാനത്തിൽ പറയുന്നുണ്ടത്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അതായത്
മോസസിനോട് ദൈവം എന്താണ് ഒരു വാഗ്ദാനം കൊടുത്തത്? ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, നിങ്ങൾ പോകുന്നിടത്തല്ല, അല്ലേ? അപ്പോൾ അതൊരു നിങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അവിടെ ആശ്വാസമാണ് കൊടുക്കുന്നത്. പുറപ്പാട് 33:14 കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അപ്പൊ ദൈവ ബ്ലെസ്സിങ്സിന്റെ ഒരു തലമാണത്. ബ്ലെസ്സിങ്സ്, അനുഗ്രഹം. ഞാൻ തന്നെ നിന്റെ കൂടെ വരികയും നിനക്ക് ആശ്വാസത്തിന്റെ അനുഗ്രഹം തരികയും ചെയ്യും. പക്ഷേ ജോഷുവയുടെ കാലം, മോസസിന്റെ കാലം കഴിയുമ്പോൾ പിന്നെ ജോഷുവയാണ്. ജോഷുവയുടെ ഡ്യൂട്ടി മോസസിനേക്കാൾ കുറച്ചുകൂടി ഹെവി ഡ്യൂട്ടിയാണ്. കാര്യം എന്താണ്? ജോർദാൻ കടക്കണം, ഇവരെ ഫിൽട്ടർ ചെയ്യണം. ജോർദാൻ കടക്കാൻ യോഗ്യതയില്ലാത്ത ആൾക്കാരില്ലേ, പല വെള്ളത്തെ കാലുകുത്തുന്ന വിശ്വാസത്തിൻ്റെ അപാചയമുള്ള ആൾക്കാരെ ഫിൽട്ടർ ചെയ്ത് കളയണം. അത് ഭയങ്കര സീരിയസ് ഈ വിഷയമാണ്. ജോഷുവ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി മോസസ് ഫിൽട്ടർ ചെയ്തായിരുന്നു. സിനാ മലമുകളിലും താഴെ ഇറങ്ങുമ്പോഴേ കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവരെ കൂടെ നിൽക്കാത്തവരെ രണ്ടായിട്ട് ഫിൽട്ടർ ചെയ്യും. ഇതുപോലെ ഓരോ സമയത്തും ദൈവം ഓരോരോ ഘട്ടം പൂർത്തിയാക്കുമ്പോൾ ഫിൽട്ടറിങ് ഉണ്ടാവും. അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ഈ ഫിൽട്ടറിങ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ലവലാദ്യ മനുഷ്യർ, ദൈവത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും നമ്മുടെ കൂടെ വരും. വാഗ്ദാനം പ്രാപിക്കാൻ പറ്റാത്ത അവസ്ഥയാക്കി അവരുടെ വർത്തമാനങ്ങൾ നമ്മളെ പിന്തിരിപ്പിച്ച് കളയും. അതുകൊണ്ട് മോസസ് പറയണം, അങ്ങനെ പിന്തിരിപ്പന്മാർ നോക്കിയിട്ട് ജോഷുവ പറയുന്നൊരു വാക്കുണ്ട്, നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ ആചരിച്ച വിഗ്രഹങ്ങളിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാം. എല്ലാവരും പോയാലും കുഴപ്പമൊന്നുമില്ല, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ ആരാധിക്കും. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അഭിഷേകം ഉണ്ടാകും. നിലപാടാണത്. ജോഷുവ 24:15 കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുക ഇന്നു തന്നെ തീരുമാനിക്കുക. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഫിൽട്ടറിംഗ് ആണിത്. മോസസ് ഇങ്ങനെ ഫിൽട്ടറിംഗ് നടത്താതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ആധ്യാത്മിക ജീവിതം തന്നെ ഇതുപോലെ ഹരിച്ചരിച്ചാണ് പോണത്. പല താല്പര്യങ്ങളും നമുക്കുണ്ടാകും, ദൈവത്തിൽ നിരക്കാത്തതാകും. ചിലപ്പോൾ നമ്മൾ വെറുത്തുപേക്ഷിക്കേണ്ടി വരും. മുൻപുകാലത്തിൻ്റെ ഏറ്റവും വലിയ ചൈതന്യം അതാണ്. ദൈവത്തിന് നിരക്കാത്തതിനെ വെറുത്തുപേക്ഷിക്കണം. അപ്പം ദൈവത്തിന് നിരക്കാത്ത വ്യക്തികളുണ്ടാകും, ദൈവത്തിന് നിരക്കാത്ത ജീവിത രീതിക്കാരുണ്ടാകും, ദൈവത്തിന് നിരക്കാത്ത പെരുമാറ്റ ദോഷങ്ങളുണ്ടാകും. ഇവയെ വിടണം. നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ വലിയ കാര്യമെന്ന് കരുതി ആചരിച്ചിരുന്നതിനെ, അതാണ് നിങ്ങൾക്ക് അതോ അങ്ങനെ തന്നെ ജീവിക്കാൻ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോവുക. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. വാഗ്ദാന നാട്ടിലേക്ക് എത്തുന്നതിന് ജോഷുവനെ സഹായിച്ച ഒരുപക്ഷെ ഏറ്റവും ശക്തമായൊരു നിലപാടാണ്. മുൻപുകാലത്ത് വാഗ്ദാന നാട്ടിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോൾ ദൈവം നിരക്കാത്തതിൽ ഉപേക്ഷിക്കാനുള്ള ധൈര്യം വേണം. ആ ധൈര്യത്തിനാണ് ജോഷുവയുടെ കർത്താവ് പറയുന്നത്, ധൈര്യം വേണം കേട്ടോ, ഐ വിൽ ഗീവ് ഇറ്റ്. ശക്തനും ധീരനുമായിരിക്കുക. അതാണ് ആയിരിക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഗീവൺ. അതിൻ്റെ അർത്ഥം ജോഷുവ 1:9 എടുത്തു. ശക്തനും ധീരനുമായിരിക്കണമെന്ന് ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും. ഇങ്ങനെ പല വിഷയങ്ങളുണ്ടാകുമ്പോൾ ഒറ്റപ്പെട്ടു പോവല്ല, ഭയപ്പെടുമല്ലോ, പരിഭ്രമിക്കുമല്ലോ. പരിഭ്രമിക്കുക ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. wherever you go, നീ കാട്ടിപ്പോയാലും കടലിൽ പോയാലും ഞാൻ നിന്നെ കൈവിടാതെ കൂടെ നിൽക്കും. അപ്പം ദൈവത്തിനെ ഒപ്പിച്ച് ജീവിച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും സംരഭ്യമാകും. നോൻപുകാലം ദൈവത്തിന് നിരക്കാത്ത വ്യക്തികളെയും വിഷയങ്ങളെയും ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ദൈവത്തോട് പക്ഷം ചേർന്ന്
അവർക്കാണ് ദൈവം ജോഷുവയെ പോലെ ധൈര്യവും ശക്തിയും നൽകുന്നത്. ആ ശക്തി എൻ്റെ സഹോദരന് ലഭിക്കട്ടെ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ജൂലൈ 22 ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് ഇവർ ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് ബ്ലീഡിങ് അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞു അത് മാതാവ് അനുഗ്രഹം അത് മാറ്റി തരുന്നതാണെന്ന് പറഞ്ഞു. അതിന് ശേഷം മോളുടെ ബർത്ത്ഡേയുടെ അന്ന്, മൂത്ത മോളുടെ ബർത്ത്ഡേയുടെ അന്ന് വീണ്ടും ബ്ലീഡിങ് വന്നു. അതിനിപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറഞ്ഞു എനിക്ക് ബ്ലഡ് കയറ്റേണ്ടി വരും, കണ്ടമാനം ബ്ലഡ് കയറ്റേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കൊടുങ്ങല്ലൂർ ക്രാഫ്റ്റിൽ എന്ന ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അവിടെ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്ന് തന്നെ വെളുപ്പിന് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് പോയി. പിന്നെ ഒരു ആഗസ്റ്റ് 21 എനിക്കപ്പോൾ 8 മാസം ആയിട്ടുണ്ടായിരുന്നു. 8 മാസം കഴിഞ്ഞു. ആഗസ്റ്റ് 28 9 കിടക്കുന്നുണ്ടാവുകയുള്ളൂ. അങ്ങനെ ആഗസ്റ്റ് 21 വാവേനെ ഓപ്പറേഷനിലൂടെ പുറത്തെടുത്തു. യാതൊരു കുഴപ്പവും കൂടാതെ പുറത്തെടുത്തു. ഇപ്പം 3 മാസമായി വാവയ്ക്ക്. അത് ഞങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് വീട്ടിലത്തെ ഒരു കൊച്ചിന് ഇങ്ങനെ പ്രഗ്നൻറ്റ് സമയത്ത് ഗർഭപാത്രം വികസിച്ച് വരികയായിരുന്നു. അപ്പോൾ ഞാൻ ആ കൊച്ചിനോട് പറയായിരുന്നു, മാതാവിൻ്റെ പേപ്പർ വെച്ചിട്ട് വയറ്റത്ത് വെച്ച് എന്നും പ്രാർത്ഥിച്ചോളൂ എന്ന് പറയായിരുന്നു. അങ്ങനെ ആ കൊച്ചി എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിരുന്നു. ആ മോൾക്കും അത് സുഖപ്രസവത്തിലൂടെ ഒരു ആൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. പൂർണ്ണ ആരോഗ്യത്തോടു കൂടി മോളും മാറിയിരിക്കുന്നു. പിന്നെ അതുകൂടാതെ തന്നെ എൻ്റെ മോൾ എപ്പോഴും കരയായിരുന്നു. സ്കൂളിൽ പോകുമ്പോഴും എപ്പോൾ നോക്കിയാലും കരയായിരുന്നു. അങ്ങനെ ഞാൻ മോൾക്ക് വേണ്ടി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത്. എന്നിട്ട് എല്ലാ ദിവസവും ഞാൻ തേൻ വായിലേക്ക് ഒഴിച്ചു കൊടുക്കായിരുന്നു. അപ്പോൾ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് നല്ലോണം ഈ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അനുഭവപ്പെട്ടിരുന്നിരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ തന്നെ എൻ്റെ കാലുമ്മ പ്രഗ്നൻ്റ് ആവുന്ന ഇങ്ങനെ ഉള്ള നീരിനേക്കാളും കൂടുതൽ നീര്, വളരെ നീര്, കാല് പൊക്കാൻ പറ്റില്ല, ആ മാതിരി നീരായിരുന്നു, ഭയങ്കര നീരായിരുന്നു. ഞാനപ്പോൾ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഞാൻ ഏത് സമയം കൊന്തെത്തിച്ച് പ്രാർത്ഥിച്ച് കാശുരൂപം, അച്ഛൻ എനിക്ക് കാശുരൂപം വെഞ്ചരിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ആ കാശുരൂപം ഞാൻ എപ്പോഴും കൈപ്പിടിച്ചിരുന്നായിരുന്നു. അപ്പോൾ ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ആരോ കാലുമ്പോൾ ഇങ്ങനെ തടവണ മോദന തോന്നി എനിക്ക്. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഞെട്ടിയിട്ട് പിറ്റേ ദിവസം ആയപ്പോഴേക്കും എനിക്ക് കാലുമ്പോൾ ഒട്ടും നീരില്ല, ഒരു തരി നീരില്ല. നീരെന്ന് വെച്ചാൽ വളരെ ഭയങ്കര നീരായിരുന്നു. കാല് പൊക്കി നടക്കാൻ, എനിക്ക് ബാത്റൂമിലേക്ക് പോകാനൊന്നും പറ്റണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം മുതൽ എനിക്ക് കാലിന് പൂർണ്ണമായിട്ട് എല്ലാം പൂർണ്ണമായിട്ട് കുറഞ്ഞിരുന്നു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും തിരുകുമാരനും 1000 നന്ദി. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായിക്ക് പരിശുദ്ധ അമ്മ വഴി സഭയിൽ എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ഗ്രേസ് മരിയ. ഞാൻ എറണാകുളം ജില്ലയിലെ ഏലൂർ സേനാൻസ് ഇടവക അംഗമാണ്. എൻ്റെ മോൾക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്.
2021 ഒക്ടോബർ 27 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അത് എൻ്റെ മോൾക്ക് ഞങ്ങൾ കാലിൻ്റെ മുട്ടിന് കുഞ്ഞിന് 2 വർഷമായിട്ട് നല്ല വേദനയുണ്ടായിരുന്നു. അപ്പോൾ അത് എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കാലിൻ്റെ മുട്ടിൽ ഓസ്റ്റിയോസാർക്കോമ എന്ന് പറയുന്ന ക്യാൻസറാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ആ ചെറിയൊരു മുഴയായിരുന്നു ആദ്യം വന്നത്. അത് പിന്നെ ഇങ്ങനെ വലുതായി വന്നിട്ട് കാലിൽ നീരായിട്ട് മുട്ടിങ്ങനെ മടങ്ങി കുഞ്ഞിന് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വീൽ ചെയറിലായിരുന്നു ഞങ്ങളിവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഉടമ്പടി എടുത്ത അന്ന് തന്നെ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിച്ചു. ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ തിരുവനന്തപുരത്ത് RCCയിൽ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഇവിടെ നിന്ന് പോവുകയും ചെയ്തു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടെ നിന്ന് വീണ്ടും സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കാലിൻ്റെ മുട്ടിന് മാത്രമല്ല ലങ്സിലും ഒരു ഗ്രോത്ത് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ക്യാൻസർ 4th സ്റ്റേജാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഹൈ ഗ്രേഡുമാണ്. കീമോ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞെങ്കിലും അവർ പറഞ്ഞത് ഇത് ലങ്സിലുള്ള ഗ്രോത്തൊക്കെ ചുരുങ്ങുമെന്ന് നമുക്ക് നോക്കാം, ചെയ്ത് നോക്കാമെന്നേ ഉള്ളൂ, മിക്കവാറും സാധിക്കത്തില്ല, അപ്പോൾ സർജറി വേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ കാലിൻ്റെ മുട്ടിന് സർജനെ കണ്ടപ്പോഴേ പറഞ്ഞത് കാല് രക്ഷിക്കാൻ പറ്റത്തില്ല, മുട്ടിൻ്റെ താഴെ വെച്ച് മുറിച്ച് കളയേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വരാൻ സാധിച്ചില്ല. അപ്പോൾ എൻ്റെ ആൻറ്റിയും അമ്മാവനും കൂടെ ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്ന് കാര്യം പറഞ്ഞു. അപ്പോൾ അച്ഛനോട് അപ്പം ഞങ്ങൾ ഇങ്ങനെ കാല് മുറിച്ച് കളയണമെന്ന് പറഞ്ഞുകൊണ്ട് സർജറിക്ക് തയ്യാറാകാതെ ഇങ്ങനെ വല്ലാതെ വിഷമിക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ അച്ഛനെ കണ്ട് മാതാവിൻ്റെ അടുത്തുനിന്ന് ഒരു മെസ്സേജ് എടുക്കണമെന്ന് പറഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു അതെന്തിനാ മെസ്സേജ് എടുക്കുന്ന, ഞാൻ പ്രാർത്ഥിച്ചാൽ പോരെന്ന് പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ നടന്നപ്പം പെട്ടെന്ന് തന്നെ അച്ഛൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു മാതാവ് പറഞ്ഞു മെസ്സേജ് എടുക്കാൻ മാതാവ് പറയുന്നെന്നും പറഞ്ഞ് അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അമ്മ പറയുന്നു കാല് മുറിച്ച് കളയേണ്ടി വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ എൻ്റെ മോള് സർജറിക്ക് തയ്യാറായി. ഞങ്ങൾ വീണ്ടും സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് ലങ്സിലുണ്ടായിരുന്ന ആ മുഴ കാണുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഒരു എയർ ക്യാവിറ്റി ആയിട്ടാണ് കാണുന്നത്, വേറൊന്നും അവിടെ മുഴയോ ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരവസ്ഥയും കാണുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ആ മുഴ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ അച്ഛൻ ഇവിടെ നിന്ന് കാലിൽ മാതാവിൻ്റെ കാശുരൂപം വെച്ചിട്ട് അത് കാലിൽ ഇങ്ങനെ ചരടിൽ എന്തെങ്കിലും കെട്ടി വെച്ചിട്ട് ഉടമ്പടി തൈലവും വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ സർജറിക്ക് പോകുന്നത് വരെ കാലിൽ മാതാവിൻ്റെ ആ ഒരു കാശുരൂപം ഇങ്ങനെ ചരടിൽ കെട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സർജറിയിൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അപ്പം മോള് പറയുമായിരുന്നു പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാല് മുറിക്കത്തില്ലെന്ന്. അപ്പോൾ എനിക്കത് നല്ല ധൈര്യമാണെന്ന് പറഞ്ഞു സർജറിക്ക് പോകാനായിട്ട്. അങ്ങനെ സർജറി കഴിഞ്ഞപ്പോഴത്തേക്ക് സർജറിക്ക് മോളെ കയറ്റിയതിന് ശേഷവും ഡോക്ടർ എന്നോട് ഒന്ന് പറഞ്ഞു ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല, അപ്പോൾ അമ്മ മനസ്സൊക്കെ നല്ല തയ്യാറാക്കി നിന്നോണം, മിക്കവാറും കാല് മുറിച്ച് കളയേണ്ടി വരുമെന്ന് പറഞ്ഞു. കാരണം അത് ഒരു 4th സ്റ്റേജായിരുന്നു. അതുപോലെ തന്നെ സോഫ്റ്റ് ടിഷ്യൂസിലും അവിടെ എല്ലാം ശരിക്കും ബാധിച്ചിരുന്നു അസുഖം. പിന്നെ കാലിൻ്റെ ഞരമ്പുകളെ ഇത് ബാധിച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞത്, ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കാല് രക്ഷിക്കാൻ പറ്റത്തില്ലെന്ന് പറയും. പക്ഷേ സർജറി കഴിഞ്ഞപ്പോഴത്തേക്ക് കാല് മുറിച്ച് കളയേണ്ടി വന്നില്ല. കുഞ്ഞിന് കാലിലൊരു സ്റ്റീലിൻ്റെ ഇംപ്ലാന്റ് ഇട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പം പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. അതുപോലെ തന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റിന് ഇവിടെ നിന്ന് പോയതിന് ശേഷം പരിശുദ്ധ അമ്മ ഞങ്ങളെ കൊണ്ടു നടന്ന വഴികൾ ഒരു സ്ഥലത്തും ഞങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടാകാതെ അമ്മ കൊണ്ടു നടന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് താമസിക്കാൻ കിട്ടിയ സ്ഥാപനത്തിൽ ഞങ്ങൾക്ക് എന്നും ദിവ്യബലി അർപ്പിക്കാനുള്ള അനുഗ്രഹം അമ്മ തന്നു. പിന്നെ മോളുടെ സർജറി നടക്കുന്ന സമയമെന്ന് പറയുന്ന ഒരു പകൽ 3 മണി സമയമായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ എല്ലാവരും മോൾക്ക് വേണ്ടി കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ താമസിച്ച ആ സ്ഥാപനത്തിലെ അച്ഛൻ ഒറ്റയ്ക്ക് കുർബാന ചൊല്ലുന്നൊരു സമയമായിരുന്നു. അപ്പോൾ അച്ഛനും ആ സമയത്ത് കുഞ്ഞിന് വേണ്ടി മാത്രം ഒരു ബലിയർപ്പിക്കാനായിട്ടുള്ള അനുഗ്രഹവും അമ്മ നൽകി. അപ്പോൾ പരിശുദ്ധ അമ്മ വഴി കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ലില്ലി സുനിൽ, കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞിയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മേനോടും തിരുക്കുമാരനോടും മാപ്പ് ചോദിക്കുന്നു സാക്ഷ്യം പറയാൻ ഇത്രയും വൈകിയതിന്.
2019 മാർച്ചിലായിരുന്നു എനിക്ക് ക്യാൻസർ, മലദ്വാരത്തിൽ ക്യാൻസർ ആണെന്നറിയുന്നത്. ആ സമയത്ത് എൻ്റെ വീട് പണി നടക്കുന്നൊരു സമയമായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇരിക്കാനോ ഒന്നും പറ്റിയാലോ, ബാത്റൂം പോകുകയാണെങ്കിലും ഒത്തിരി നേരം ഇരിക്കണം, അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നങ്ങളായിരുന്നു. ആ സമയത്താണ് കൃപാസനത്തെ പറ്റിയും കൃപാസന പേപ്പർ എനിക്ക് കിട്ടുന്നത്. അങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കൃപാസനം പേപ്പർ വിരിച്ച് ഞാൻ കിടക്കുമായിരുന്നു. അപ്പോൾ വയറ്റിൽ നിന്ന് പോകാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചൊരു ആശ്വാസമൊക്കെ കിട്ടി. പിന്നെ ഞങ്ങൾ ഡോക്ടറെ പോയി കാണിച്ചു, സർജനെ പോയി കാണിച്ചു. അപ്പോൾ സർജൻ കൊളോണോസ്കോപ്പിക്ക് വിട്ടു. കൊളോണോസ്കോപ്പിയുടെ റിസൾട്ട് വന്നപ്പോൾ നിയോപ്ലാസ്റ്റിക് റെക്ടം കണ്ടു. അപ്പം ഡോക്ടർ വേഗം CT പറഞ്ഞു. അങ്ങനെ CT എടുത്തപ്പോൾ അഡ്നോ കാർസിനോമ എന്ന് കറക്റ്റായിട്ട് അതിലെഴുതി. അപ്പോൾ പിന്നെ ഞങ്ങൾ കാർസിനോമ ആയതുകൊണ്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയനായിട്ട് ഓങ്കോളജിയിലേക്ക് പോയി. അങ്ങനെ അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടപ്പം ഡോക്ടർ MRIക്ക് എഴുതി തന്നു. അങ്ങനെ MRI എടുത്ത അന്നത്തെ ദിവസമാണ് ഞങ്ങൾ ഇവിടെ കൃപാസനത്തിലേക്ക് വരുന്നത്. 2-ാം തീയതി ഇവിടെ 2-ാം തീയതി വൈകുന്നേരം അവിടെ നിന്ന് കയറി. 3-ാം തീയതി ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു. ഇവിടെ വന്നിട്ട് ഞങ്ങൾ ജോസഫ് അച്ഛനെ കാണാനായിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തെങ്കിലും അച്ഛൻ ഇങ്ങനെ ഉടമ്പടി എടുത്തവരെ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ ഇറങ്ങി വന്നപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അച്ഛൻ ചോദിച്ചു റിസൾട്ട് ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ റിസൾട്ട് എൻ്റെ കയ്യിലില്ലായിരുന്നു. മൊബൈലുണ്ട്, പക്ഷേ കയ്യിൽ റിസൾട്ടായിട്ട് പേപ്പറായിട്ട് എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഉടമ്പടി എടുത്തിരുന്നോ എന്ന് ചോദിച്ചു. ഉടമ്പടി എടുത്തിട്ടുണ്ട്, പക്ഷേ അത് ബാഗിൻ്റെ ഉള്ളിൽ വെച്ചേക്കുമായിരുന്നു. അങ്ങനെ അച്ഛൻ ഒന്നും പറയാതെ, ബ്ലെസ്സിങ് ഒന്നും കിട്ടാതെ പോയി. എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു. സങ്കടത്തോടുകൂടി ഞാൻ തിരിച്ചു പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഡോക്ടറെ കാണാൻ ചെന്നു. ഈ റിസൾട്ടുമായിട്ട് ഡോക്ടറെ കാണാൻ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു നേരെ കീമോയ്ക്ക് അഡ്മിറ്റാകാം, ഇന്ന് കീമോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കീമോയ്ക്ക് ഫസ്റ്റ് 5 സൈക്കിളാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സൈക്കിള് 48 hours. അങ്ങനെ 5 സൈക്കിള് കീമോ എടുത്തു. അതിനുശേഷം റേഡിയോ തെറാപ്പിയും കഴിഞ്ഞ് പിന്നെ 2 മാസം കഴിഞ്ഞിട്ട് സർജനെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ സർജനെ കണ്ട് അപ്പോൾ സർജൻ കൊളോണോസ്കോപ്പിക്ക് വീണ്ടും വിട്ടു. അപ്പോൾ ആ റിസൾട്ട് വന്നപ്പോൾ നോർമലായിരുന്നു. പരിശുദ്ധമ്മ ഇതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സർജൻ പിന്നെ സർജറിക്ക് വേണ്ടിയിട്ട് പറഞ്ഞു. പക്ഷേ ഞാൻ പരിശുദ്ധമ്മയോട് മധ്യസ്ഥം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. സർജറി ഒന്നും ഇല്ലാതെ എനിക്ക് സർജറി ഒന്നും ചെയ്യാതെ ഇതിന്ന് പൂർണ്ണ സൗഖ്യം കിട്ടണം. കാരണം സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ കൊളോസ്റ്റമി ബാഗ് സൈഡിൽ വെക്കേണ്ടി വരും. അതുകൊണ്ട് എനിക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി മാതാവിനോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി പോയിരുന്നു. അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു സർജറി ഒന്നും വേണ്ട, അതില്ലാതെ സുഖം പ്രാപിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ സർജറി വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓങ്കോളജിയിൽ വീണ്ടും പോയി കാണിക്കാനുണ്ട്. അപ്പം ഡോക്ടർ പറഞ്ഞു ഒരു കാരണവശാലും പറ്റില്ല, കീമോ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം, സർജറി വേണ്ടെന്ന് ആരാ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ എന്നോട് കീമോയ്ക്ക് അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. ആ സമയത്ത് ഞങ്ങളുടെ വീട് പണി പൂർത്തിയാകുകയും ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് വീട് പണി നന്നായിട്ട് നടന്നു, അത് പൂർത്തിയാകുകയും ചെയ്തു. കയറി കൂടുന്ന ദിവസമാണ് കീമോയ്ക്ക് അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇനി എന്തായാലും അഡ്മിറ്റ് ആകുന്നില്ല, അമ്മ ഇവിടം വരെ എത്തിച്ചു, ഇനി എനിക്കിങ്ങനെ ഒരു അസുഖം ഉണ്ടാകുകയില്ല, മാതാവ് എന്നെ ഇവിടം വരെ എത്തിച്ചതല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നീട് കീമോയ്ക്ക് ഒന്നിനും പോയില്ല. പിന്നെ MRI എടുക്കുക ചെയ്ത് 6 മാസം കൂടുമ്പോൾ MRI എടുക്കുമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് MRI എടുത്തപ്പം ഞാൻ ഇവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ സമയത്ത് സാക്ഷ്യപ്പെടുത്തിയില്ല. അപ്പോൾ ഈ ഓഗസ്റ്റിൽ എനിക്ക് വീണ്ടും പഴയതുപോലെ അസുഖത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നിരുന്നു. കിടക്കാൻ വയ്യ, നട്ടെല്ലിനൊക്കെ വേദന, വയറിൻ്റെ ഒരു സൈഡിലൊക്കെ വേദന. അങ്ങനെ ഞാൻ ഈ കൃപാസനം പേപ്പർ വെച്ച് കിടക്കുന്ന, രാത്രിയിൽ വേദന വരുമ്പോൾ ഒരു സൈഡിൽ പേപ്പർ വെക്കും, അല്ലാതെ പേപ്പർ വിരിച്ച് കിടക്കും. അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു, 50 കൊന്ത ഞാൻ എത്തിച്ചേക്കാം, എനിക്ക് അടുത്ത റിസൾട്ട് വരുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് നോർമലായിട്ട് കിട്ടണമെന്ന്. അങ്ങനെ റിസൾട്ട് എനിക്ക് നോർമലാവുകയും CA 1.31 ആയിട്ട് കുറയുകയും ചെയ്തു.